മണ്ണും വെള്ളവും വായുവും എല്ലാം ഒരുപോലെ മലിനമായിരുന്ന ഒരു നാടുണ്ടായിരുന്നു തൃശ്ശൂർ. നിങ്ങൾക്കറിയാം, അതായിരുന്നു ലാലൂർ. ഈ നാട് 25 വർഷത്തിലേറെ നടത്തിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് വിജയം കൈവരിച്ചത്. മാലിന്യം കൊണ്ട് നിറഞ്ഞ നാടിനെ മാറ്റിയെടുക്കാൻ തൃശ്ശൂർ കോർപ്പറേഷനും സർക്കാരും ശ്രമിച്ചപ്പോൾ ഇവിടെ ആരും കൊതിക്കുന്ന മാറ്റമാണ് ഉണ്ടായത്. തൃശ്ശൂരിൻ്റെ കുപ്പത്തൊട്ടിയായാണ് ലാലൂരിനെ അറിയപ്പെട്ടിരുന്നത്. അതിനൊരു കാരണമുണ്ട്. തൃശ്ശൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും എല്ലായിടത്തെയും മാലിന്യം കൊണ്ട് തള്ളിയിരുന്നത് ഇവിടെയായിരുന്നു. അതിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടന്നു. ഇവിടുത്തെ മണ്ണും വെള്ളവും വായുവും എല്ലാം വലിയ തോതിൽ മലിനമായി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാവരും ഒന്നിച്ച് അതിനെതിരെ പോരാടാൻ ആരംഭിച്ചു. അതിന് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. 1942 മുതൽ ലാലൂരിൽ മാലിന്യം തള്ളാൻ തുടങ്ങിയതാണ്. 80കളിൽ സ്ഥലത്ത് വലിയ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു. പതിറ്റാണ്ടുകളോളം പിന്നിട്ട പ്രതിഷേധങ്ങൾക്കൊടുവിൽ അധികാരികൾക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ വഴങ്ങേണ്ടി വന്നു. അന്ന് ആളിക്കത്തിയ ചെറുത്തുനിൽപ്പ് 2012 ലാലൂർ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്കുള്ള മാലിന്യ നീക്കം നിലയ്ക്കും വരെ തുടർന്നു. പിന്നീട് നടന്നത് ചരിത്രം. 2019 സ്ഥലത്ത് IM വിജയന്റെ പേരിൽ ഒരു സ്പോർട്സ് കോംപ്ലക്സിന് ശിലാസ്ഥാപനം നടത്തി. ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്ത വിധം ലാലൂർ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. അത് ഏകദേശം ഒരു 16 ഏക്കർ സ്ഥലമുണ്ട്. 70 കൊല്ലം മുമ്പുള്ള മാലിന്യം അതിനകത്തുണ്ട്. അവിടുത്തെ മാലിന്യം മുഴുവൻ എടുത്തു മാറ്റി. ലാലൂരിൻ്റെ ആ ഖ്യാതി എല്ലാം തന്നെ മാറ്റിക്കൊണ്ട്, ഈ മേഖലയുടെ ആകെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ടാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഫുട്ബോൾ ഇതിഹാസം IM വിജയന്റെ പേരിൽ ഇത്തരത്തിലൊരു സ്റ്റേഡിയം, ഒരു സ്പോർട്സ് കോംപ്ലക്സ് തന്നെ പണിതീർത്തിരിക്കുന്നത്. ഫുട്ബോൾ കോർട്ട് മാത്രമല്ല, ഇൻഡോർ സ്റ്റേഡിയവും ടെന്നീസ് കോർട്ടും സ്വിമ്മിംഗ് പൂളും ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള കായിക വിനോദങ്ങൾക്കും ഇവിടെ കൃത്യമായി ഒരു സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു കായിക താരത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ബഹുമതികളിലൊന്നാണ് സ്വന്തം പേരിലൊരു സ്റ്റേഡിയം. ഇൻഡോർ സ്റ്റേഡിയം, ബാഡ്മിന്റൺ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ കോർട്ടുകൾ, ഫുട്ബോൾ ഗ്രൗണ്ട്, പ്രാക്ടീസ് പൂൾ, പവലിയൻ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവ ഉൾപ്പെടുന്നതാണ് സ്പോർട്സ് കോംപ്ലക്സ്. 13 ഏക്കർ സ്ഥലം 100 കോടി രൂപ മുടക്കി സർക്കാരും കോർപ്പറേഷനും കൂടി തീരുമാനമെടുത്തപ്പോൾ പണിത് കൊടുത്തിരിക്കുന്നത്. അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്പോർട്സ് കോംപ്ലക്സ് ആവുകയും വരും തലമുറയ്ക്ക് ഒരു അക്കാദമിയായി മാറും. തൃശ്ശൂരിൻ്റെ ആകെ മാലിന്യങ്ങൾ പേറിയിരുന്ന ലാലൂർ ഇപ്പോൾ തൃശ്ശൂരിൻ്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ഇനി പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് ഇവിടെ. സുജീവ ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.